ഇന്ന് നമുക്ക് സോയ വെച്ചൊരു തോരൻ ചെയ്യാം. ചതച്ചതെന്നോ എന്ത് വേണേലും പറയാം. പക്ഷെ നല്ല കിടിലൻ ഐറ്റമാണ്. ഞാനൊരു ചാനലിൽ കണ്ടിട്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ സോയാബീൻ നമ്മൾ സാധാരണ ചൂടുവെള്ളത്തിലിട്ട് പിഴിഞ്ഞ് നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. മിക്സിയിലിട്ട് ഒന്ന് കറക്കി എടുത്താൽ മതി, ഒത്തിരി അരഞ്ഞു പോരുത്. എന്നിട്ട് നമ്മൾ അതിനാവശ്യമുള്ള കടുകൊക്കെ പൊട്ടിച്ച് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും പിന്നെ നമ്മുടെ സവാള കൊത്തി എരിഞ്ഞതും കറിവേപ്പിലും എല്ലാം കൂടി ഇട്ടാൽ കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഒത്തിരി മൂപ്പിക്കേണ്ട. അതിനുശേഷം പൊടികൾ, മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി പൊടി, പിന്നെ കുരുമുളക് ചതച്ചത് തന്നെ ഇടണം കേട്ടോ, പൊടി ഇടരുത്. പിന്നെ നമ്മുടെ ഗരം മസാല, പിന്നെ മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് അങ്ങോട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന സോയാബീനും കൂടി ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ചെറിയ തീയിൽ അടച്ച് വെച്ചെന്ന് വേവിച്ചത്. ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യമുള്ള വേറൊരു സാധനമുണ്ട്. ഇതാണ് തേങ്ങ വറുത്തതാണ് കേട്ടോ. തേങ്ങ വെറുതെ മുളകൊന്നും ഇടേണ്ട, തേങ്ങ വറുത്തതും പിന്നെ അതിലേക്ക് പെരുംജീരകം കൂടി ഇട്ട് വറുത്ത് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് അങ്ങോട്ട് ഇളക്കിയെടുത്താൽ നല്ല അടിപൊളി തോരൻ ഇവിടെ കിട്ടും.